ഗുരുജി, ധാരാളം ആളുകൾ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് സർപ്പദോഷം. സത്യത്തിൽ എന്താണിത്? ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് അസുഖങ്ങൾ, മനസ്സമാധാനമില്ലാത്ത അവസ്ഥ, ധനനഷ്ടം എന്നിങ്ങനെ. എന്താണിത്? ഇതിലൊക്കെ വല്ല വാസ്തവമുണ്ടോ? ഇവിടെ ഈ സർപ്പം എന്നുദ്ദേശിക്കുന്നത് ആദ്യ മൂർഖൻ, അണലി തുടങ്ങിയ പാമ്പുകളെയാണെന്ന് ധരിക്കരുത്. സർപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സർപ്പമുണ്ട്. എവിടെയാ സർപ്പം? ഇരിക്കുന്ന ഒരു അവയവം ഉണ്ടല്ലേ, എന്താ അത്? നിന്റെ നട്ടല്. അത് നിവർന്നിരിക്കുമ്പോൾ നീ യോഗിയായി, അത് വളഞ്ഞിരിക്കുമ്പോൾ നീ ഭോഗിയായി, രോഗിയായി. അതിന് നിവർത്തി വെക്കുക അല്ലേ? സർപ്പം പത്തി വിടർത്തിരിക്കുക, ഇതാ സർപ്പം. ഈ സർപ്പത്തിനുള്ളിൽ 33 കശേരുക്കളുണ്ട്. അതിൽ 33 കോടി ദേവതകളുണ്ട്. 33 കോടി എന്ന് വെച്ചാൽ ക്രോറല്ല, 33 ഊർജങ്ങളുണ്ട്, തത്വങ്ങൾ. ആ തത്വങ്ങളിൽ 11 രോധിപ്പിക്കുന്നതും 14 പ്രകാശവാന്മാരും 11 മാനേജ് ചെയ്യാനും ഒക്കെയുള്ള തത്വങ്ങളാണ്. ആ തത്വങ്ങളെ ദേവതകളായിട്ട് വെച്ച് അതിനെ ഉപാസിക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്നാണ് ഈ തന്ത്രം, കുണ്ഡലിനി തന്ത്രം ഉയർത്തെഴുന്നേറ്റ് തന്നെ. അതിൽ ഗുരുസങ്കല്പങ്ങളിൽ കൂടെ ധാരാളം വിധികളും വിധാനങ്ങളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നു. അതൊക്കെ ധരിച്ചും തെറ്റിദ്ധരിച്ചും ധാരാളം തലമുറകൾ കടന്നു പോയിരിക്കുന്നു. ധാരാളം അന്ധവിശ്വാസങ്ങൾ അതിലൂടെ പ്രകടമായിരിക്കുന്നു. ഇവിടെ സർപ്പദോഷം എന്ന് വെച്ചാൽ നിന്റെ കർമ്മദോഷം തന്നെയാണ്. പക്ഷെ അത് നിന്റെ പരമ്പരയിലുണ്ടായ ദോഷങ്ങളാവാം, നിന്റെ മുജ്ജന്മകൃത ദോഷങ്ങളാവാം. നിനക്കുള്ള ഈ പറഞ്ഞ സർപ്പങ്ങളായ യോഗികളെ, അവരിൽ നിന്നുള്ള താപം, അവരുടെ കോപം, ഇതൊക്കെ നിനക്ക് ദോഷങ്ങളായി ഭവിക്കാം. ഞാനിതൊക്കെ പറയുമ്പോൾ അത് വ്യക്തമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം വിഷയങ്ങളിൽ കിടക്കണം, അതിസൂക്ഷ്മ തലങ്ങളിലൂടെ കടന്നു നോക്കണം. ഇന്ന് സർപ്പശാപമാണ്, അതുകൊണ്ടുപോയി നമ്മൾ കുറേയേറെ പൂജകളും വിധികളും ഒക്കെ ചെയ്യുന്നത് ഫലം കിട്ടാറുണ്ടോ? അതിൻ്റെ റിഫ്ലക്ഷൻ നിന്നിൽ ഉണ്ടാവാത്ത കാലത്തോളം, നിന്നിൽ അത് ഉണരാത്ത കാലത്തോളം എന്തെങ്കിലും ഫലം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അപ്പം യുക്തിവാദികൾ ചോദിക്കില്ലേ, ഇതിൻ്റെ മേളിൽ പാമ്പ് പാല് കുടിക്കുവോ, പാമ്പിനെ കൊണ്ട് പാല് വെച്ചാൽ മാറുമോ? പക്ഷെ നിന്നിലെ ശക്തിയെ, ഈ സർപ്പത്തെ നീ ഉണർത്തിയെടുത്താൽ നിനക്ക് സർപ്പകോപത്തിൽ നിന്ന് മുക്തനാവാൻ പറ്റും. എന്തൊക്കെ കാരണങ്ങളുണ്ടായ അനവധി കാരണങ്ങൾക്കുണ്ടാവാം. പക്ഷെ നമുക്ക് വേണ്ടത് പ്രശ്നങ്ങളാണോ? പരിഹാരങ്ങളല്ലേ? പരിഹാരം നിന്നിലെ സർപ്പത്തിനെ ഉണർത്തി അതിൽ നിന്ന് ദോഷത്തിൽ നിന്ന് മുക്തനാവുക. ആ സർപ്പത്തിൻ്റെ വാലിലിരിക്കുന്ന, സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ വാലിൽ ആ ജീവൻ എന്ന് പറയാറില്ലേ, അതിൻ്റെ വാലിലിരിക്കുന്ന ആ ജീവനെ ഉണർത്തി, ആ ശക്തിയെ ആ മനസ്സിൻ്റെ അഗാധ തലത്തിൽ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തനാവുക. അതാണ് കുണ്ഡലിനി യോഗ മാർഗം. സർപ്പദോഷം മാറ്റാനുള്ള മാർഗം തന്നെയായത്. ആ സർപ്പം നിന്നിൽ നിന്നും അന്യമല്ല, നിന്നിൽ ഉറങ്ങിക്കിടക്കാണെന്ന് ധരിക്കുക. ഇത് ഏൻഷ്യൻ സൈക്കോളജിയാണ്. ഇതിപ്പോൾ ഉള്ളിലുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന സർപ്പക്കാവുകളും പ്രതിഷ്ഠകളും ഒക്കെ അപ്പോൾ എന്താണ്? അത് യോഗികളുടെ സമാധികളാണ്. അനേകം കുണ്ഡലിനി യോഗികൾ വസിക്കുന്ന സ്ഥലമാണ് ഈ ഭാരതഭൂമിയിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരള ഭൂമി. അനേകം യോഗികളുണ്ടായിരുന്നു. അവരുടെ സമാധികളിൽ സർപ്പപ്രതിഷ്ഠ വെക്കും. അവരൊക്കെ ശേഷനാഗൻ്റെ ഉണർന്ന പ്രതീകങ്ങളാണ്, കുണ്ഡലിനി യോഗികളാണ്. അതിൻ്റെ പ്രതീകങ്ങളായിരുന്നു പ്രതിഷ്ഠകൾ. അവരെ ആരാധിക്കണ്ടേ? അവർ നമ്മുടെ പൂർവികരല്ലേ? അവർ നമുക്ക് വേണ്ടി അനേകം അനുഗ്രഹങ്ങൾ, അനേകം ഗ്രന്ഥങ്ങൾ, അനേകം അറിവുകൾ, ഈ പ്രകൃതിയുടെ രഹസ്യങ്ങളെ പറ്റി തന്നിട്ടില്ലേ? അവർക്ക് വേണ്ടിയുള്ള ആരാധന, നമ്മുടെ പൂർവികരോട്, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളോട്, അതിനുള്ള ആരാധന തന്നെയാണ്. യോഗികളുടെ സാധനാക്ഷേത്രങ്ങളും യോഗികളുടെ സമാധി കുടീരങ്ങളുമാണ് കാവുകൾ. അല്ലാതെ പരിസ്ഥിതി സംരക്ഷണം ഒന്നുമല്ല. എന്ന് പറയാറുണ്ടല്ലോ, പരിസ്ഥിതി രക്ഷിക്കുക. പണ്ട് കൊടുങ്കാടായിരുന്ന സ്ഥലത്ത് എന്ത് പരിസ്ഥിതി രക്ഷിക്കാൻ? ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സംസ്കാരത്തിന്. ഇത് പുതിയതല്ല, അതിപ്രാചീനവും എന്നാൽ അതിനൂതനവുമാണ്. എക്കാലത്ത് നിലനിൽക്കുന്നതാണ്, സനാതനമാണ്. അത്രയും പ്രാചീനമാണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രം കാണാൻ കാരണം എന്താണ്? കേരളത്തിൽ മാത്രമല്ല, നാഗാരാധന ലോകം മൊത്തം ഉള്ളതാണ്. എല്ലാ സംസ്കാരത്തിലും, റോമിലും
മായൻ കൾച്ചറിലും ഇന്ത്യൻ നോർത്തിലേക്ക് പോയാൽ രാജസ്ഥാൻ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം സർപ്പക്കാവുകളും ആരാധനകളും എല്ലായിടത്തും ഉണ്ട്. ലോകം മൊത്തമുണ്ട് നാഗാരാധന. ഈ നാഗത്തെ ഭയം എന്ന് വെച്ചാൽ പാമ്പിനോടുള്ള ഭയമല്ല, അവനവൽ ഉറങ്ങിടക്കുന്ന മനസ്സിനോടുള്ള ഭയമാണ് നാഗത്തോടുള്ള ഭയം. അതും മനസ്സിലാക്കണം. നിന്നിലെ സർപ്പം ഉണരുമ്പോൾ നിനക്കത് മനസ്സിലാവും. ആ സർപ്പം തന്നെയാണ് ചൈനക്കാർ വ്യാളിയായിട്ട് പറയുന്നത്. ഉണർന്ന സർപ്പം, തീ തുപ്പുന്ന സർപ്പം, കയ്യും കാലുമുള്ള സർപ്പം, പറക്കുന്ന സർപ്പം, സർപ്പം തന്നെ. അതും ഗുണ്ടന്നി സാധനം തന്നെ. അപ്പോൾ ഈ ടോപ്പിക്കും ഇവിടെയൊക്കെ കാണുന്ന സാധാരണ പാമ്പുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ? അത് അതിൻ്റെ പ്രതിരൂപമായതുകൊണ്ട് തന്നെ അതിനൊരു ഭയവും ബഹുമാനവും മനുഷ്യൻ്റെ വളരെ അഗാധതലങ്ങളിൽ കിടപ്പുണ്ടല്ലോ. അതതിൻ്റെ സിമ്പൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ പാമ്പൊന്നും പേടിച്ചിട്ടില്ല. യോഗികളുടെ സമാധി സ്ഥലമാണെങ്കിൽ അതിൽ പിന്നെ ദോഷത്തിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് വരുന്നത്? ദോഷത്തിൻ്റെ പ്രശ്നം വരിക എന്ന് വെച്ചാൽ സാധകനെ പരീക്ഷിക്കരുതെന്ന് പറയും. കാരണം സാധകന് ശക്തി ഉണർന്നിരിക്കുക, പക്ഷെ അവൻ അപ്പോഴും പ്രകൃതി ബന്ധത്തിന് വിമുക്തനായിട്ടില്ല. അവൻ സാധകനാണ്, സാധുവായില്ല. സാധു എന്ന് വെച്ചാൽ വാലിഡ്. അവൻ ആ അവസ്ഥ കഴിഞ്ഞിട്ടില്ല. നിസ്സന്ത് ശാന്തമായ അവസ്ഥയിലൊന്നും അവൻ എത്തിയിട്ടില്ല. ആ സമയത്ത് അവനിൽ നിന്നും കോപജ്വാലകൾ പുറപ്പെടാം. അവൻ്റെ കർമാനുഷ്ഠാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവനോട് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതൊക്കെ ആ താപജ്വാലയായി നമ്മുടെ കർമ്മങ്ങളെ ബന്ധിക്കും. അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ ദോഷങ്ങളായി ഭവിക്കാം. പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ലല്ലോ. അറിഞ്ഞും അറിയാതെയും അപരാധം ചെയ്യാറുണ്ടല്ലോ. അതിൻ്റെ ഫലവും അതുപോലെ ഇരിക്കുമല്ലോ. അറിഞ്ഞ് ചെയ്യുന്നതിന് ഇൻറ്റൻസിറ്റി കൂടും അനുഭവത്തിൽ വരുമ്പോൾ. അറിയാതെ ചെയ്തതിനും അതിൻ്റെ ഫലം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ചിത്രകൃത്തൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, അവനെ വിളിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സാക്ഷി സർവ്വതിനും സാക്ഷിയാണ്, സർവകർമ്മങ്ങൾക്കും സാക്ഷിയാണ്. അതിനെ വിളിച്ചു വെച്ചൊന്നും സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ട് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്പൈൻ ആണോ? അതിലല്ലേ സർവ്വതും. ഈ പാമ്പിൻ്റെ കൈയും കാലും വെച്ചിരിക്കണോ? ഈ പാമ്പ് മിഡ് ബ്രെയിൻ വരെ എത്തി, അവിടുന്ന് മുന്നോട്ട് നിന്ന് കണ്ണായും ചെവിയായും നോക്ക് നിൽക്കുകയല്ലേ. ദേഷ്യം വരുമ്പോൾ കാണാമല്ലോ ഒരു പാമ്പ് എഴുന്നേക്കുന്ന അങ്ങനെ വരാറില്ലേ. കാമം, ക്രോധം ഇതൊക്കെ വരുമ്പോൾ അതങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്ന കാണാം പാമ്പിനെ. ആ പാമ്പ് സന്തോഷം പോലെ ചുരുണ്ടിരിക്കുന്നത് കാണാമല്ലോ. കണ്ടൂടെ? നോക്ക്, സർവ്വചലനങ്ങൾ നോക്ക്. അത് ഉണർന്ന് വരുമ്പോൾ സർവ്വ ഇന്റേണൽ ഓർഗൻസ്, ഈ പറഞ്ഞ അവയവങ്ങൾ, ഇതെല്ലാം ആ പാമ്പിൽ അസ്ഥിരമായിരിക്കുന്നു. അത് സുഷുമ്നാ നാഡിയാണ്. ആ സുഷുമ്നയ്ക്കകത്താണ് സർവ്വ പ്രപഞ്ചവും ഇരിക്കുന്നത്. സുഷുമ്നാന്തർഗതം വിശ്വം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. ഇതെല്ലാം നിന്റെ പ്രൊജക്ഷൻ അല്ലേ വേൾഡായിട്ട് കാണുന്നത്. കണ്ണിൽ കൂടെ പ്രപഞ്ചത്തെ, ചെവിയിൽ കൂടെ പ്രപഞ്ചത്തെ, സ്പർശത്തിൽ കൂടെ പ്രപഞ്ചത്തെ, മൂക്കിലൂടെ പ്രപഞ്ചത്തെ, നാക്കിലൂടെ പ്രപഞ്ചത്തെ അനുഭവിക്കുക മാത്രമല്ല, പ്രപഞ്ചം നിന്നുള്ളിലാണ് സംഭവിക്കുന്നത്. നീ നിന്നെ ഇതിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. നീ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മനസ്സാണെങ്കിലോ, നീ ഒരു വ്യക്തി മനസ്സായി ഒതുങ്ങിക്കൊണ്ടല്ലേ നീ ഇങ്ങനെ ചുരുങ്ങി ചിന്തിക്കുന്നത്. നീ വിശ്വ മനസ്സാവുമ്പോഴോ വിശ്വം മൊത്തം നിൻ്റെ ഉള്ളിലും നീ വിശ്വത്തിലും. വൺ ഇൻ ഓൾ, ഓൾ ഇൻ വൺ. ഇതായിരിക്കും നിന്റെ അനുഭവം. ഓ